നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനിയൊരു ലോകമഹായുദ്ധമുണ്ടായാൽ അത് ചില രാജ്യങ്ങൾക്കുള്ളിൽ മാത്രം ഒതുങ്ങില്ല, അല്ലെങ്കിൽ യൂറോപ്പിനകത്ത് ഒതുങ്ങി നിൽക്കില്ല. സൂക്ഷിക്കുക എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് റഷ്യയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടായാൽ അതിൻ്റെ പരിണതഫലം ലോകമെങ്ങും അനുഭവിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഉക്രൈൻ്റെ ക്രുസ്തക് അധിനിവേശവുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രതികരണമായി തന്നെയാണ് റഷ്യ ഈ താക്കീത് നൽകിയിരിക്കുന്നത്. അധിനിവേശത്തിന് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന പിന്തുണ അത് തീക്കളിയാണെന്നാണ് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇപ്പോൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. പാശ്ചാത്യ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയിലേക്ക് യുക്രൈൻ കടന്നുകയറുന്നു. അതിനെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുന്നത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ. ഇതിനെക്കുറിച്ചാണ് റഷ്യ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 6-നാണ് റഷ്യയുടെ പടിഞ്ഞാറൻ ക്രുസ്തക് മേഖലയിലേക്ക് ഉക്രൈൻ കടന്നുകയറിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യയിൽ നടന്ന ഏറ്റവും വലിയ വിദേശ ആക്രമണമായി തന്നെയാണ് റഷ്യ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് റഷ്യയുടെ ഭീഷണി. തക്കതായ പ്രതികരണം റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനെതിരെ ശക്തമായി തന്നെ തിരിച്ചടിക്കാനാണ് റഷ്യയും തീരുമാനിച്ചിരിക്കുന്നത്. ഉക്രൈന് ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആയുധങ്ങളും നൽകുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണെന്നും അവർ കുഴപ്പങ്ങൾ ചോദിച്ചു വാങ്ങുന്നു എന്നുകൂടിയാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. 2022 ഉക്രൈനിൽ ആക്രമണം ആരംഭിച്ച അന്നു മുതൽ ഇന്നുവരെ ആണവ ശക്തികൾ ഉൾപ്പെടുന്ന വിശാലമായ യുദ്ധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് റഷ്യ പല ഘട്ടങ്ങളിലും എടുത്തു പറയാറുണ്ട്. അമേരിക്കൻ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യവുമായി പ്രശ്നത്തിനൊന്നും തന്നെ ഇല്ല എന്ന് റഷ്യ ആദ്യമേ പറഞ്ഞിരുന്നു. നാറ്റോയുമായോ അമേരിക്കയുമായോ റഷ്യയ്ക്ക് യാതൊരുവിധ വിഷയങ്ങളുമില്ല. പക്ഷേ ഉക്രൈൻ്റെ വിഷയത്തിലേക്ക് അവർ കടന്നു കയറാൻ പാടുള്ളതല്ല. ഉക്രൈൻ്റെ റഷ്യയിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ അത് ഒരു കാരണവശാലും യൂറോപ്പിൽ ഒതുങ്ങില്ല എന്നും അമേരിക്ക സൂക്ഷിച്ചു കൊള്ളണമെന്നുമുള്ള താക്കീതാണ് റഷ്യ കൂടി ഈ ഘട്ടത്തിൽ നൽകുന്നത്. 2020 റഷ്യയുടെ ആണവ നയം പറയുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പ് ഭീഷണിയായാൽ ആണവായുധം ഉപയോഗിക്കാമെന്നുള്ളതാണ്. നിലവിൽ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായി റഷ്യയ്ക്ക് ഇതിനെ നോക്കിക്കാണാവുന്നതാണ്. അങ്ങനെ വന്നാൽ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും റഷ്യയ്ക്കുണ്ടാകില്ല എന്നുള്ളതാണ് ഒരു അപകടം. ബ്രിട്ടീഷ് ടാങ്കുകളും US റോക്കറ്റ് സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ആയുധങ്ങൾ ഉക്രൈൻ ഈ മേഖലയിൽ ഉപയോഗിക്കുന്നു എന്നാണ് റഷ്യൻ ആരോപണം. അവിടുത്തെ പാലങ്ങൾ തകർക്കാൻ അമേരിക്കയുടെ മിസൈലുകൾ ഉപയോഗിച്ചു എന്ന് ഉക്രൈൻ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഉക്രൈൻ്റെ ഈ പദ്ധതികളെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും ഈ ഓപ്പറേഷനിൽ തങ്ങൾക്ക് യാതൊരുവിധ പങ്കുമില്ല എന്നാണ് ഈ ഘട്ടത്തിൽ അമേരിക്കയും വിശദീകരിക്കുന്നത്. റഷ്യ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ആണവായുധ ഭീഷണി അടക്കം ഉയർത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.